ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ കാണിക്കുന്നത് കനകാംബര വെറൈറ്റിയാണ്. ഇതിൻ്റെ റെഡ് കളറിൽ പൂവുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്നതായിട്ടുള്ള രണ്ട് വെറൈറ്റീസാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് 65 രൂപയാണ് വരുന്നത് കേട്ടോ. വലിയ പ്ലാന്റ്സാണ് അയച്ചു തരുന്നത്. പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സാണ് കേട്ടോ അയച്ചു തരിക. റെഡ് അധികം കിട്ടാത്തൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതുതായി സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. ഇനി അടുത്തത് കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു 4 വെറൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റത്തത് ഈ ഒരു പിങ്കിൽ ഒരു റെഡ് വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ അടുത്തൊരു റെഡ് വെറൈറ്റിയാണ്. ഈ കാണുന്ന പോലത്തെയുള്ള പൂക്കളാണ് കേട്ടോ കമേലിയയിൽ ഉണ്ടാകുന്ന പൂക്കൾ. ഇത്രയും സുന്ദരിയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ കമേലിയ ചെടികൾക്ക്. പിന്നെയുള്ളതൊരു പ്യുവർ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന ഒരു കമേലിയാണ് കേട്ടോ. ഇതുണ്ട് തട്ടായിട്ടാണ് ഇതളുകളായിട്ടാണ് ഈ ഒരു പൂവുണ്ടാകുന്നത് കേട്ടോ. പിന്നെ നല്ലൊരു പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി. അങ്ങനെ ഒരു 4 വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കമേലിയയുടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് സൈസുള്ള ചെടികളായിരിക്കും അയച്ചു തരിക കേട്ടോ. 4 ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ. ഇതുപോലെയുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്കൊക്കെ അയച്ചു തരിക കേട്ടോ. നല്ല ഭംഗിയുള്ള കളറിലും അതുപോലെ തന്നെ ഭംഗിയുള്ള പൂവാണ് കാണാൻ കേട്ടോ കമേലിയയുടെ. അപ്പോൾ ഈ ഒരു സൈസുള്ള 4 വെറൈറ്റീസിനും കൂടി 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് കൊക്കോക്കായാണ് നമ്മൾ സെയിലിനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊക്കോയുടെ അയച്ചു തരുന്നത്. 60 രൂപയാണ് കേട്ടോ പ്ലാന്റിന് വരുന്ന റേറ്റ്. പിന്നെ അടുത്തതൊരു പേര വെറൈറ്റിയാണ്. ജപ്പാൻ ഡയമണ്ട് ഗ്വ എന്നറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് വെറൈറ്റിയാണ് ഇത് വലിയ പേരകളാണ് ഇതിലുണ്ടാവുന്നത് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് അയച്ചു തരാം. 190 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെയുള്ളത് പർപ്പിൾ ഗ്വ എന്നറിയപ്പെടുന്ന ഒരു പേര വെറൈറ്റി തന്നെയാണ്. ഇതുപോലെയുള്ള പേരക്കളാണ് ഇതിലുണ്ടാവുന്നത് കേട്ടോ. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 65 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസുള്ള ചെടിയാണ് അയച്ചു തരിക. ഇനിയുള്ളത് സ്ട്രോബെറി ഗ്വ എന്നറിയപ്പെടുന്ന ഒരു പേര വെറൈറ്റി തന്നെയാണ്. സ്ട്രോബെറി പോലെയുള്ള കളറിലുള്ള പേരക്കളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നത്. എല്ലാം തന്നെ നല്ല മധുരമുള്ള പേരകൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രോബെറി ഗ്വയ്ക്ക് വരുന്ന റേറ്റ് 90 രൂപയാണ്. പിന്നെയുള്ളത് ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും മധുരമുള്ള ചക്കപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു ജാക്ക് ഫ്രൂട്ട് വെറൈറ്റിയാണ് കേട്ടോ. ഇത് എവിയാർക്ക് ജാക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് സൈസാണ് കേട്ടോ അയച്ചു തരുന്നത്. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 260 രൂപയാണ് കേട്ടോ. ഇനിയുള്ളത് സൂപ്പർ ഇയർലി ജാക്ക് ഫ്രൂട്ടാണ്. അതായത് എല്ലാ ജാക്ക് ഫ്രൂട്ടുകളും ചക്ക ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്ലാന്റിൽ ചക്ക ഉണ്ടാവും കേട്ടോ. അതാണ് ഈ സൂപ്പർ ഇയർലി ജാക്ക് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇത് അതുപോലെ തന്നെ നല്ല മധുരമുള്ള ചക്കപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 180 രൂപയാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് അയച്ചു തരിക കേട്ടോ. പിന്നെ അടുത്തതാണെങ്കിൽ ടേബിൾ മൂസമ്പി എന്ന് പറയുന്ന ഒരു മൂസമ്പി വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ ഇതിൽ മൂസമ്പി ഉണ്ടായി നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെയുള്ളത് നമ്മളതിൽ രക്തചന്ദനത്തിൻ്റെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സിങ്കോണിയം വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെയുള്ള വലിയ പ്ലാന്റ്സാണ് കേട്ടോ അയച്ചു തരുന്നതും. പ്ലാന്റ് സൈസും അതുപോലെ തന്നെ വെറൈറ്റീസും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത്. ഗ്രീനിൽ ഒരു വൈറ്റ് വേരിയേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരാം. ഒരുപാട് ഇലകളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ എല്ലാം തന്നെ അയച്ചു തരുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു അടുത്ത വെറൈറ്റിയാണ്. ടോട്ടൽ ഒരു 4 വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ സിങ്കോണിയം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്നൊരു വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ ഒരു വെള്ള നിറത്തിലാണ് കേട്ടോ ഇതിൽ ഇലകൾ ഉണ്ടാകുന്നത്. നല്ല ഭംഗിയുള്ള സിങ്കോണിയം വെറൈറ്റീസാണ് കേട്ടോ എല്ലാം തന്നെ. ഇതിൻ്റെ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് 120 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ വലിയ പ്ലാന്റ്സാണ് അയച്ചു തരിക. പിന്നെയുള്ളത് ടേബിൾ പാം എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പാം വെറൈറ്റി കൂടിയാണ് കേട്ടത്. ഔട്ട്ഡോറിലും വളർത്താം, പക്ഷേ അതുപോലെ തന്നെ ഇൻഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് 110 രൂപയാണ്. ഈ ഒരു പ്ലാന്റ് സൈസിലെ ചെടി ആട്ടോ അയച്ചു തരാം.
ഇനി അടുത്തത് ഒരു ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. ഫിലോ ആറ്റം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷൈനിങ് ലീവ്സ് എന്നൊരു വെറൈറ്റിയാണിത്. 180 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഗ്രാമ്പൂ പ്ലാന്റ് ആണ്. ഗ്രാമ്പൂവിൻ്റെ ഓരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 70 രൂപ വെച്ചിട്ടാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ, അയച്ചു തരാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സീതാപ്പഴത്തിൻ്റെ തൈകളാണ്. സീതാപ്പഴത്തിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. സീതാപ്പഴത്തിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 110 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ. ഒരുപാട് സീതാപ്പഴം ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഇനി അടുത്തതൊരു നെല്ലിയുടെ വെറൈറ്റിയാണ്. 140 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്.